വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി കേരളം 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് വേണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തിനോട് ആവശ്യപ്പെട്ടു. ദുരന്ത മേഖലകളിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. രാവിലെ 11 മണിയോടെ വയനാട് കലക്ടറേറ്റിലെത്തിയ കേന്ദ്ര സംഘം മന്ത്രിമാർ, MLA മാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചാണ് കേന്ദ്ര സംഘത്തെ കേരളം സാഹചര്യം ബോധ്യപ്പെടുത്തിയത്. 1200 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നതായും 2000 കോടിയുടെ പുനർനിർമ്മാണ പാക്കേജ് അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2000 കോടി രൂപ ആവശ്യപ്പെടും. ദുരന്ത മേഖലയിൽ ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതം പ്രതീക്ഷിക്കണമെന്ന് കേന്ദ്ര സംഘം മുന്നറിയിപ്പ് നൽകി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു. ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠനം നടത്തി ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ പ്രധാനമന്ത്രി കേരളത്തിന് ആശ്വാസകരമാകുന്ന പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ടീം 24 വയനാട്.